പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷാരോൺ, കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ 5 വർഷമായി ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2019 മുതൽ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ ദൈവം ഒരുക്കിയത്. ഞാൻ ഇന്നലെ രാവിലെ ഇങ്ങോട്ട് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുമായിരുന്നു. ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ റെഡിയായി. ഒരു 9 മണിയായപ്പോൾ ബസ്സിൽ കയറി. ബസ് അവിടെ നിന്ന് വിട്ടു. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം. ടിക്കറ്റ് എടുക്കാൻ ഞാൻ നോക്കുമ്പം എൻ്റെ പേഴ്സ് എൻ്റെ കയ്യിലില്ല. ഞാൻ അവിടെ നിൽക്കുന്ന സ്ഥലമെല്ലാം നന്നായിട്ട് നോക്കി, അവിടെ എവിടെയും പേഴ്സില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആ പേഴ്സിൽ 3/4 പവൻ്റെ ഒരു ബ്രേസ്ലെറ്റ്, 3 ATM കാർഡുകൾ, അക്കൗണ്ടിലെല്ലാം പൈസ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ലൈസൻസ്, ആധാർ കാർഡ്, അങ്ങനെ വിലപ്പെട്ട ഒത്തിരി ഇതെല്ലാം ഉള്ള പേഴ്സായിരുന്നു നഷ്ടപ്പെട്ടത്. ഞാൻ ആകെ സങ്കടപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന് ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ആകെ പ്രയാസമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരു സ്ഥിതിയായി. എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ച് വൈറ്റില ഹബ്ബിൽ നിന്നാണ് ഞാൻ കയറിയത്. തിരിച്ച് വൈറ്റില ഹബ്ബിലേക്ക് തന്നെ പോയി. വൈറ്റില ഹബ്ബിൽ ചെന്ന് പോലീസിന് വിവരം അറിയിച്ചു. എൻ്റെ പേഴ്സ് ഇങ്ങനെ നഷ്ടപ്പെട്ടു, ഇത്രയും സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മരട് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഈ സമയങ്ങളിൽ അത്രയും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം. കാരണം എനിക്കറിയില്ലാത്ത ഒത്തിരി പേര് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഒരു അനുഭവം എനിക്ക് ആ സമയത്തുണ്ടായി. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തി അടക്കം പലരും വഴി ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ അപേക്ഷ കൊടുത്തു. 9 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 9 മണി മുതൽ 11:30 വരെയുള്ള സമയത്ത് പരിശുദ്ധ അമ്മേനെ ഒത്തിരി അനുഗ്രഹിച്ചു. ഞാൻ സങ്കടപ്പെട്ടു. ഞാനൊരു ഉടമ്പടി പുതുക്കാൻ വരുമായിരുന്നു. പക്ഷേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, തിരിച്ചു പോകേണ്ട സാഹചര്യമാണല്ലോ എന്നെല്ലാം ഞാൻ കരുതി. പക്ഷേ 11:30 ആയപ്പോൾ എനിക്കൊരു കോള് വരുവാണ്. KSRTC ബസ്സിൻ്റെ കണ്ടക്ടറും ഡ്രൈവറും കൂടി എന്നെ വിളിക്കുകയാണ്. അവർ തിരികെ ചേർത്തലയിലെത്തിയപ്പോൾ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ സീറ്റിൽ ഒരു പേഴ്സ് അവർ കാണുക. ആ പേഴ്സ് എൻ്റെ പേഴ്സായിരുന്നു. എൻ്റെ നമ്പർ പോലും ആ പേഴ്സിലില്ലായിരുന്നു. ഞാൻ ലിസി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാർഡ് വെച്ച് അവർ ലിസി ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഹോസ്പിറ്റലുകാർ ആദ്യം വൈമുഖ്യം കാണിച്ചെങ്കിലും പിന്നീട് എൻ്റെ നമ്പർ കൊടുത്തു. അങ്ങനെ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് അവരെന്നെ വിളിച്ചു. പറഞ്ഞ ഒരു സാധനം പോലും നഷ്ടപ്പെടാതെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നഷ്ടപ്പെട്ട ഉടനെ തന്നെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്ന് തന്നെ ഈ പേഴ്സ് തിരികെ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും എന്നാണ് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്. അതുപോലെ തന്നെ 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ നഷ്ടപ്പെട്ടു പോയ പേഴ്സ് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത്രയും വിലപ്പെട്ട സ്വർണവും എല്ലാം ഉള്ളപ്പം കിട്ടുന്നവരാരും തന്നെ അപൂർവം ചില വ്യക്തികൾ ഒഴികെ ആരും തന്നെ അത് കൊടുക്കാൻ സാധ്യതയില്ല. എവിടെയെങ്കിലും ആരെങ്കിലും അത് എടുത്തിട്ട് വലിച്ചെറിഞ്ഞ് കളയുകയുള്ളൂ. പക്ഷേ അത് വളരെ സുരക്ഷിതമായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ കൈകളിലേക്ക് തിരിച്ചെത്തിച്ചു. ഒരു മനുഷ്യൻ പോലും അത് കണ്ടില്ല. ഞാൻ ആ സീറ്റിൽ വളരെ ഇതായിട്ട് അത് ഇരിക്കും. അതങ്ങനെ തിരിച്ച് അവർ 3 മണിയായപ്പം തിരികെ വൈറ്റില ഹബ്ബിൽ അതെനിക്ക് കൊണ്ടുതന്നു. ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. പക്ഷേ സാക്ഷ്യം പറയാനുള്ളൊരു സാഹചര്യം അപ്പോൾ ഇല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞായിരുന്നു. ഞാനിവിടെ എത്തിയപ്പോൾ 4:45 എങ്കിലും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം വന്ന് ഞാൻ സാക്ഷ്യം പറയും. അങ്ങനെ ഇന്ന് ഞാൻ വന്നു, ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നു. ഉടമ്പടി പുതുക്കി എൻ്റെ 4ാമത്തെ പുതുക്കൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഉടനീളം പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ചുരുക്കി എല്ലാം ഞാൻ പറയുവാണ്. ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വിനിയോഗിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നു. ആരാധനയിലോ കുടുംബ പ്രാർത്ഥന ഒരിക്കൽ പോലും മുടക്കാൻ ഇടവന്നിട്ടില്ല.
പിന്നെ കുട്ടികളെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും, പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മനോവിഷമം അനുഭവിക്കുന്ന വ്യക്തികളെ അവരാശ്വസിപ്പിച്ച് ഏതെങ്കിലും തരത്തിലെല്ലാം എന്നും ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ തോബിയാസിൻ്റെ സഹയാത്രികനായിട്ട് ഒരു ദൈവദൂതൻ കൂടെ വരുന്ന കാര്യമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. പിതാവായ തോബിത്തിൻ്റെ 10 താലന്ത് വെള്ളി തൻ്റെ കൂട്ടുകാരനായിരുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് ആ വ്യക്തിയെ കണ്ടുപിടിക്കുവാനായിട്ട് തൻ്റെ മകനെ പറഞ്ഞു വിടുകയാണ് തോബിത്ത്. അപ്പോൾ തോബിയാസിന് സ്ഥലം പരിചയമില്ലാത്തത് കൊണ്ട് ഒരു വ്യക്തിയെ അന്വേഷിക്കുന്നു തോബിയാസ്. ഒരാളെ അന്വേഷിച്ചു, റഫായേലിനെ കണ്ടുമുട്ടി. അവൻ ഒരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല എന്നാണ് 5-ാം അധ്യായം 4-ാം തിരുവചനം അരുളി ചെയ്യുന്നത്. ഇവനോടുകൂടെ പൊയ്ക്കൊള്ളുക, ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിൻ്റെ മാർഗം ശുഭമാക്കും, അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞാണ് പിതാവായ തോബിത്ത് മകൻ തോബിയാസിനെ യാത്രയാക്കുന്നത്. ഇന്ന് ഇപ്പോഴിവിടെ നാം കേട്ട ഈ അനുഭവ സാക്ഷ്യം ഷാരോൺ പറയുന്നത്, ഇന്നലെ ആ മകൾക്ക് തൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള പല സാധനങ്ങൾ, രേഖകളൊക്കെ തൻ്റെ പേഴ്സോടുകൂടി നഷ്ടപ്പെടുന്നതും ഇന്നലെ തന്നെ തനിക്ക് കിട്ടുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായതുമൊക്കെയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിലൊക്കെ എന്താ ഇത്ര കാര്യമിരിക്കുന്നത്? ആരെങ്കിലും ചിന്തിച്ചാൽ ഈ മകൾ തന്നെയാണ് അതിനുത്തരം പറഞ്ഞത്. ഇന്ന് ആ പേഴ്സിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നതെന്ന് വ്യക്തമായി നാം കേട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വർണമോ മറ്റ് പല രേഖകൾ, അതും പൈസയൊക്കെയുള്ള കാർഡുകളാണുള്ളത്. അപ്പോൾ അതൊക്കെ ആരെങ്കിലും തിരിച്ചേൽപ്പിക്കുന്നെങ്കിൽ അത് എത്രയും നന്ന്. എന്നാൽ ഇന്ന് പലതും നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ അമ്മ തനിക്ക് എങ്ങനെയാണ് ഓരോ വ്യക്തികളെ പെട്ടെന്ന് കൊണ്ടുവന്ന് തന്നു. തൻ്റെ കാര്യങ്ങളിലൊന്നും ഒരു മുടക്കവും വന്നില്ല. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ തനിക്ക് നഷ്ടപ്പെട്ട ആ വസ്തു തിരിച്ചു കിട്ടുകയും ചെയ്തു. അതാണ് ഈ മകൾ പറയുക, ഒരു ദൂതൻ തൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ കൂടെ ഞാനൊരു ദൂതനെ അയക്കും, നിനക്ക് മുമ്പേ വഴിയൊരുക്കുവാൻ. തോബിയാസിൻ്റെ കൂടെ പോയ ആ ദൈവദൂതൻ നമ്മോടൊപ്പം എന്നും യാത്ര ചെയ്യുന്നുണ്ട്. അത് ഉടമ്പടി അനുഭവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഉടനടി അനുഗ്രഹം. അതാണ് നാം ഇപ്പോൾ കേട്ടത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.